ഈ വയനാട്ടിൽ ഇങ്ങനെ പരിപാടിക്ക് ആദ്യം പ്രൊഫഷണലായിട്ട് വന്ന ശേഷം വയനാട്ടിലാണ് ആദ്യം പ്രോഗ്രാം. വയനാട്ടിൽ അങ്ങനെ 5 പരിപാടി 6 പരിപാടിയൊക്കെ ബുക്ക് ചെയ്തെന്ന് പറഞ്ഞാണ് ഗോപൻ ഇവിടുന്ന് പോണത്. അപ്പോൾ ഇവിടുന്ന് പോവാൻ വണ്ടിയൊക്കെ പോയി ഓരോ സ്ഥലത്തെ പരിപാടി ആകുമ്പോൾ ഈ ബുക്ക് ചെയ്തവൻ വരുന്നുണ്ട്. ഇവനെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവൻ ഓൾറെഡി ഉള്ള പൈസ മുഴുവൻ മേടിച്ചു. ഈ പരിപാടി നടന്ന സ്ഥലത്ത് നിന്ന് ഫുൾ പൈസ മേടിച്ചു. ഈ ഏജന്റ് മേടിച്ചിട്ടുണ്ട് പൈസ മേടിച്ചിട്ടുണ്ട്. അപ്പോൾ എന്ത് പൈസ എന്ന് വെച്ചാൽ അത് ഏജന്റിന്റെ കയ്യിൽ കൊടുത്തിട്ടുണ്ടല്ലോ എന്ന് പറയും. ഏജന്റ് അവന്റെ പേരെന്ത് ഏലിയാസ്, ആ ഏലിയാസിന്റെ പൈസ കൊടുത്തിട്ടുണ്ടല്ലോ. അപ്പോൾ കുഴപ്പമില്ല. ഒരു പരിപാടി കഴിഞ്ഞ് 2 പരിപാടി കഴിഞ്ഞ് 3 പരിപാടി 4 പരിപാടി 5 പരിപാടി ഈ 5 പരിപാടിയുടെയും പൈസ ഏലിയാസ് മേടിച്ചിട്ടുണ്ട്. അപ്പോൾ അവസാനം വണ്ടിക്കാശ് പോലും ഇല്ലാതെ തിരിച്ചു പോരുക. തിരിച്ചു വന്നു കഴിയുമ്പോഴത്തേക്കും ഗോപനോട് ചോദിക്കാം, ഞങ്ങൾ പരിപാടി വെച്ചാൽ പൈസ എവിടെയെന്ന് ചോദിച്ചു ഗോപനോട്. അപ്പോൾ ഗോപൻ എടുക്കുമെന്ന് ചോദിച്ചാൽ പൈസയോ, എടാ ഒന്നല്ലെങ്കിൽ ഇത്ര സ്ഥലം നിന്നെ കൊണ്ട് കാണിച്ചില്ലേ, ഇനി എന്തിനാണോ പൈസയോ ഇത്രയും സ്ഥലം നിന്നെ കൊണ്ട് കാണിച്ചില്ലേ, അത് ഇനി പൈസ അല്ല. അന്നത്തെ കാലത്ത് ഇതൊക്കെ പറഞ്ഞ ഒരു രസം തന്നെയാണ്. വയനാടൊന്നും നമ്മൾ കണ്ടിട്ടില്ല. ശരിയല്ല, ലോങ്ങിലേക്ക് പോവാന്ന് പറഞ്ഞാൽ ഭയങ്കര സന്തോഷം. സ്റ്റേജിൽ കൂട്ടുകാരെ അവതരിപ്പിച്ചപ്പോൾ എന്തെങ്കിലും മണ്ടത്തരങ്ങൾ സംഭവിച്ചിട്ടുണ്ടോ? എന്തെങ്കിലും പ്രോഗ്രാം അവതരിപ്പിച്ചോ? അത് തീർച്ചയായിട്ടും. ഞാൻ MS തൃപ്പൂണിത്തുറ സ്ഥിരമായിട്ട് അവതരിപ്പിക്കുമ്പോൾ അറിയാലോ, MS ജനാർദ്ദനൻ അല്ലെങ്കിൽ MS ചേട്ടൻ ജനാർദ്ദൻ ചേട്ടൻ അല്ലെങ്കിൽ നെടുമുടി വേണിച്ചേട്ടനൊക്കെ എടുക്കുമ്പോൾ മുണ്ട് മസ്റ്റാണ് നമുക്ക്. മുണ്ട് വേണം. അപ്പം ഞാൻ ഈ ഹരിശ്രീയുടെ പരിപാടിക്കുമ്പോഴത്തേക്ക് ഒരു നോക്കുമ്പോഴത്തേക്കും അൻഡ്രോറ് കിട്ടും. എൻ്റെ പരിപാടിക്ക് പോകുമ്പോൾ എൻ്റെ മുണ്ട് കാണാനില്ല. മുണ്ട് കിട്ടുന്നില്ല, തപ്പിട്ട് ഓൾറെഡി MS തൃപ്പൂണിത്തുറ അനൗൺസ് ചെയ്തു. അൻഡ്രോർ ഇട്ട് പോയി MS തൃപ്പൂണിത്തുറ പറഞ്ഞു, എന്താണോ ശിവശങ്കര കുറെ നാളായാലോ കണ്ടിട്ടെന്ന് പറഞ്ഞ് നേരെ അൻഡ്രോർ ഇട്ട്. അന്ന് ഭാഗ്യത്തിന് ജനം കയറി തല്ലിയില്ലെന്നുള്ളൂ. MS തൃപ്പൂണിത്തുറയുടെ വോയിസ് ആയത് കാരണം ഒന്നുമില്ല മുണ്ടൊക്കെയുള്ള എവിടെയാ കഴിയട്ടെ എന്ന് പറഞ്ഞാലും മതിയായിരുന്നു. പിന്നെ ഈ ഇപ്പൊ സിനിമയിൽ ഡബ് ചെയ്ത ഹിറ്റായ ഏതൊക്കെ? ഇപ്പൊ എന്താ പറയാ, സിനിമയിൽ ഞാൻ RRR ലേറ്റസ്റ്റ് വന്നത് RRR ആയിരുന്നു. RRRലെ അജയ് ദേവ്ഗണിന്റെ ശബ്ദം. എയിം ലോഡ് ഷൂട്ട്. സ്റ്റേജ് വിട്ട് വേറൊരു മേഖലയിൽ പ്രവീൺ തിളങ്ങിയിരിക്കുകയാണ്, സ്റ്റുഡിയോകൾ. ഈ സ്റ്റുഡിയോകളിൽ ഉള്ള അനുഭവങ്ങളോ ദുഃഖകരമായ അനുഭവങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ? എനിക്ക് സ്റ്റുഡിയോനേക്കാളും എനിക്ക് ഫീലുള്ള ഒരു അനുഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഈ മിമിക്രി കളിച്ചുകൊണ്ടിരിക്കുന്നു. മിമിക്രി നിർത്തണോ വേറെന്തെങ്കിലും ചെയ്യണോ ജോലിക്ക് പോകണോ എന്നറിയാതെ ഇങ്ങനെ പതറി നിൽക്കുന്നൊരു സമയമുണ്ട്. അപ്പോൾ ആ സമയത്ത് എൻ്റെ അമ്മാവൻ എന്ത് ചോദിച്ചെന്ന് പറഞ്ഞു, ഇന്ന പോലെ സുരാന ഗോൾഡ് എക്സ്ചേഞ്ച് എന്ന് പറഞ്ഞൊരു കടയുണ്ട് ഇവിടെ, അവിടെ നിനക്ക് ജോലി റെഡിയാക്കി തരാം. പക്ഷെ മിമിക്രി എന്ന് പറഞ്ഞൊരു വാക്ക് അവിടെ മിണ്ടിപ്പോരുത്. കാരണം അവിടെ സ്ഥിരമായി ബാലയിൽ അഭിനയിച്ചുകൊണ്ടിരുന്ന ഒരുത്തൻ ഉണ്ടായിരുന്നു അവിടെ ജോലിക്ക്. അവൻ സ്ഥിരമായി ലീവ് എടുക്കുന്നതുകൊണ്ട് ആ വേക്കൻസിയാണ് നിനക്ക് കിട്ടുന്നത്. മിമിക്രി എന്നൊരു പേര് വേണ്ടിയെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അവിടെ ചെന്ന് നിന്നും മിമിക്രി എന്ന് പറഞ്ഞ പേരേ വേണ്ടിയില്ല. പക്ഷെ അന്ന് എനിക്ക് 3 മണിക്കൂർ റെക്കോർഡിംഗ് ഉണ്ട്. ഈ 3 മണിക്കുള്ള റെക്കോർഡിങ്ങിന് പോകണം എനിക്ക്. പക്ഷേ എന്നെ വിളിച്ച് ഇൻ്റർവ്യൂ ചെയ്യാണ് പുള്ളി. ഇംഗ്ലീഷ് അറിയാമെന്ന് ചോദിച്ചു. എനിക്ക് ഇംഗ്ലീഷൊന്നും അറിയുന്നില്ല, പക്ഷെ ഞാൻ ഇംഗ്ലീഷ് അറിയാമെന്ന് പറഞ്ഞു. അന്ന് നമുക്ക് ഇംഗ്ലീഷ് സംസാരിക്കാം. എൻ്റെ ദൈവമേ, എന്നെ കൊന്നുപോലെ വിളിച്ചില്ലേ പുള്ളി ഇംഗ്ലീഷ്. പക്ഷെ പുള്ളിക്ക് ഒരു കാര്യം മനസ്സിലായി, എൻ്റെ ഇംഗ്ലീഷിൽ നിന്ന് പുള്ളിക്ക് കാര്യം മനസ്സിലായി, പുള്ളിയുടെ സാധനം വിൽക്കാനുള്ള ഇംഗ്ലീഷ് ഈ ഇംഗ്ലീഷ് മതി. മനസ്സിലാക്കണം. ഒരുത്തനോട് നമ്മൾ കം എന്ന് പറഞ്ഞു, റൂമിലേക്ക് കയറുന്നു. അവൻ റൂമിലേക്ക് കയറുന്നു. അവനെ തിരിച്ച് ഗെറ്റ് ഔട്ട് എന്ന് പറയാൻ നമുക്കറിയില്ലേ. നമ്മളെന്താണ്, നമ്മൾ ഇവിടുന്ന് എഴുന്നേറ്റ് വാതിൽക്കപ്പെട്ട് കം എന്ന് പറഞ്ഞാൽ അവൻ ഇറങ്ങി വന്നുള്ളൂ. അതാ തിരിച്ചു വന്നിട്ട്. അപ്പോൾ ആ ഒരു ആറ്റിറ്റ്യൂഡിൽ നമ്മൾ സംസാരിച്ചുകൊണ്ട് പുള്ളി പറഞ്ഞു, എൻ്റെ ഇംഗ്ലീഷ് മതി. അപ്പോൾ ഇങ്ങനെ ഇന്ന് സംസാരിച്ചൊന്ന് ചോദിച്ചു പോയി കണ്ടിരിക്കുക. അപ്പോൾ എനിക്ക് ലീവ് എടുക്കുന്നൊന്നും എനിക്കിഷ്ടമല്ല. അങ്ങനെ ഇങ്ങനെ ഇരുന്നു. പിന്നെ 1 മണിയായി 2 മണിയായി 3 മണിയായിട്ടും വിടുന്നില്ല. അപ്പോൾ 3:30 മണിക്കാണെങ്കിൽ റെക്കോർഡിങ്. അപ്പോൾ ഞാൻ 3 മണിയായിട്ട് സാർ ഞാനെന്നാ ഇറങ്ങിക്കോട്ടെ. തിരക്കൊന്നുമില്ലല്ലോ എനിക്ക് വേറെ ജോലിയൊന്നുമില്ല, ഇരിക്കൂ, ഞാൻ ജോലിയെക്കുറിച്ച് പഠിപ്പിക്കാം. അടുത്തതിൻ്റെ പിന്നത്തെ ബുധനാഴ്ച ജോയിൻ ചെയ്താൽ മതി. ഇപ്പോൾ എന്തായാലും ഞാനിതെല്ലാം പഠിപ്പിക്കാം. നമുക്കിങ്ങനെ ഡോളർ എക്സ്ചേഞ്ചിങ് ആണ് ഇവിടെ, മറ്റതാണ് മറിച്ചാണെന്ന് പറഞ്ഞാൽ ഭയങ്കര ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുക. ഇതേ പറഞ്ഞു, സാർ എനിക്ക് ഒന്ന് സ്റ്റുഡിയോ വരെ പോകണം. സ്റ്റുഡിയോയിൽ ഫോട്ടോ എടുക്കാനാണോ? തൊട്ട് താഴെ ഫ്യൂജി കളർ ലാബ് ഉണ്ടല്ലോ, അവിടെ പോയി എടുത്തോളൂ എന്ന് പറഞ്ഞു. അതല്ല സാർ, എനിക്ക് വേറൊരു സ്റ്റുഡിയോയിലാണ് പോകേണ്ടത്. അതെന്ത് സ്റ്റുഡിയോ? ഈ റേഡിയോ പരസ്യമൊക്കെ റെക്കോർഡ് ചെയ്യുന്ന ഒരു സ്റ്റുഡിയോ ഉണ്ട് ഇവിടെ, ഹരിശ്രീ എന്ന് പറഞ്ഞാൽ, അവിടെ എനിക്ക് പോകേണ്ടത്. അതെന്തിനാ താനവിടെ പോണേ? അല്ല, എനിക്ക് അവിടെ ഒരു റേഡിയോ പരസ്യത്തിൻ്റെ റെക്കോർഡിങ് നടക്കണ്ട അവിടെ. അല്ല, അത് സമ്മതിച്ചു, താനെന്തിനാ അവിടെ പോണേ? ആ പരസ്യം ഞാനാണ് റെക്കോർഡ് ചെയ്യുന്നത് സാറെന്ന് പറഞ്ഞു. അത് ശരിയാ, അങ്ങനെ എനിക്ക് തോന്നി, വരട്ടെ, സംഭവം വരട്ടെ. എന്നിട്ടെന്ന് പറഞ്ഞു ഞാൻ എല്ലാ കഥയെന്ന് പറഞ്ഞു. ഞാൻ മിമിക്രി ചെയ്യും, ഞാൻ ഡബ് ചെയ്യും, ഞാൻ മിമിക്രി ചെയ്യും, ഞാൻ റേഡിയോ പരസ്യം, ഞാൻ പ്രോഗ്രാമിന് പോകേണ്ട എന്ന് വേണ്ട എല്ലാ സാധനം ഞാൻ പറഞ്ഞു. അമ്മാവനെ മനസ്സിലെങ്കിൽ ഓർത്തേ ഇല്ല ആ സമയത്ത്. ഞാൻ എൻ്റെ കല മൊത്തം ഞാൻ പുറത്തത്. അപ്പോൾ പുള്ളി പറഞ്ഞു, താനൊരു ഫ്രീ ബേർഡാണ്, തന്നെ ഞാൻ പിടിച്ചുകൂടെ കെട്ടിയിടുന്നത് ശരിയല്ല, തനിക്ക് ഇഷ്ടമുള്ള രീതിയിൽ പറക്കണം, അതാണ് വേണ്ടതെന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളി ചിലപ്പോൾ എന്നെ ഒഴിവാക്കാൻ വേണ്ടി പറഞ്ഞാണോ എന്താണോ അതോ ദേഷ്യപ്പെട്ട് പറഞ്ഞാണോ പുള്ളി പറഞ്ഞു, താൻ ആലോചിച്ചിട്ട് അടുത്ത ബുധനാഴ്ച ഇവിടെ ജോയിൻ ചെയ്യാൻ വരുമ്പോൾ ഒന്നുകിൽ തൻ്റെ ഈ പരിപാടി
അല്ലെങ്കിൽ ഈ ജോലി എന്ന് തീരുമാനിച്ചു വന്നാൽ പിന്നെ മറ്റേലേക്ക് തനിക്ക് തിരിച്ചു പോകാനേ പറ്റില്ല എന്ന് പറഞ്ഞു. ശരി, ഞാൻ തിരിച്ചു പോകില്ല സാർ, എനിക്ക് ഈ ജോലി വേണം സാർ, ഞാൻ ഇന്നത്തോണ്ട് ഇത് പറഞ്ഞിട്ട് നിർത്തിക്കൊള്ളാം എന്ന് പറഞ്ഞ് ഞാൻ നേരെ ഹരിശ്രീ സ്റ്റുഡിയോയിലേക്ക് പോകണം. അപ്പോൾ അന്ന് ലാൻഡ് ഫോൺ മാത്രമേ ഉള്ളൂ. ഈ ലാൻഡ് ഫോൺ ടു ലാൻഡ് ഫോൺ ആണ് നമ്മുടെ മെസ്സേജ് തന്നെ. അപ്പോൾ എൻ്റെ വീട്ടിലെ ലാൻഡ് ഫോണിൽ നിന്ന് ഈ ഫോണിലേക്ക് വിളിച്ച് പറഞ്ഞേക്കാണ്, ഹരിശ്രീയിലെ പരിപാടി കഴിഞ്ഞാൽ മറ്റേ റെക്കോർഡിങ് കഴിഞ്ഞാൽ ഉടൻ തന്നെ ഇവിടെ ചെല്ലണം. എവിടെയാ? മാളയിൽ ചെല്ലണം. അവിടെ ബക്കർ മാള എന്ന് പറഞ്ഞൊരാൾ വിളിച്ചിട്ടുണ്ട്. പാലക്കാട് ഒരു പ്രോഗ്രാം ഉണ്ട്, ആ പ്രോഗ്രാമിന് പോകണം. അങ്ങനെ പാലക്കാട് പ്രോഗ്രാം കഴിഞ്ഞ് തിരിച്ചെത്തിയപ്പോഴത്തേക്കും പറഞ്ഞു, കൊച്ചിൻ ആർട്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻസിൽ നിന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു, നാളെ രാവിലെ അവിടെ ഒരു കാസറ്റിൻ്റെ റെക്കോർഡിംഗ് ഉണ്ട്, അങ്ങോട്ട് ചെല്ലണം എന്ന് പറഞ്ഞു. ഇങ്ങനെ പറഞ്ഞ് ഈ ബുധനാഴ്ചയും കഴിഞ്ഞ് അടുത്ത ബുധനാഴ്ചയും കഴിഞ്ഞ് പിന്നത്തെ എല്ലാം കഴിഞ്ഞ് ഒരു 1.5 മാസത്തിനുള്ളിൽ ഒരു 100cc യമഹ ബൈക്ക് മേടിച്ച് ഈ പുള്ളിയുടെ കാര്യം ഞാൻ വിട്ടുപോയി. പിന്നെ ഞാനിപ്പോൾ ചെന്ന് നോക്കിയപ്പോൾ പുള്ളിയെ കാണാനില്ല. എന്തായാലും എവിടെയെങ്കിലും ഇരുന്ന് എൻ്റെ ഇൻ്റർവ്യൂവിൽ പുള്ളി ഇത് കാണുന്നുണ്ടെങ്കിൽ, സുരാന ഗോൾഡ് എക്സ്ചേഞ്ചിൻ്റെ ഉടമസ്ഥൻ കാണുന്നുണ്ടെങ്കിൽ പുള്ളിയുടെ നാക്കോ കരിനാക്കോ എനിക്ക് ഭരിച്ചു. ഇല്ല, സാറിനോട് നമുക്കൊരു നന്ദി പറയാം. കാരണം കേരളത്തിന് ഇത്രയും നല്ലൊരു ഡബ്ബിംഗ് കലാകാരനെ സമ്മാനിച്ചു. അന്ന് അവിടെ പിടിച്ചിട്ടിരുന്ന ഈ പ്രവീണൊന്നും എങ്ങും ആവില്ലേ. അതെ, അന്ന് പറഞ്ഞ പരസ്യം എനിക്ക് ഓർമ്മയുണ്ട്. അന്ന് പറഞ്ഞ പരസ്യം ഈ പ്രോഗ്രാമിന് പോകാനുള്ളത് കൊണ്ട് അന്ന് പറഞ്ഞ പരസ്യത്തിന് ഭയങ്കര വേഗതയായിരുന്നു. അതായത് ഏതാ പരസ്യം പറയാം. അതായത് ഈ പൂവാൽ ഈ MSc കാലത്തിട്ട് കൊപ്ര പിണ്ണാക്കിന്റെ പരസ്യമായിരുന്നു. അപ്പൊ ഈ കൊപ്ര പിണ്ണാക്കിന്റെ പരസ്യം എന്ന് പറയുമ്പോഴത്തേക്കും ഈ പശുവിന്റെ പൂവാല്, പശുവിന്റെ പാല് കണ്ടോ എന്നൊക്കെ ഒരു പാട്ടുണ്ട്. ഈ പാട്ട് കഴിഞ്ഞിട്ട് പശുക്കളുടെ ആരോഗ്യത്തിന് കൂടുതൽ കൊഴുപ്പുള്ള പാലിനും MSc കാലത്തിട്ട കൊപ്ര പിണ്ണാക്ക്, ഇത് കഴിഞ്ഞ് പശു ഒരു അമറുന്ന ശബ്ദമുണ്ട്. ഈ അത് വിശന്നിട്ടാണോ സന്തോഷം കൊണ്ടാണോ എന്ന് എനിക്ക് ഇപ്പോഴും അറിയില്ല. ഈ പശു അമറുന്ന ഒരു ശബ്ദവും കൂടി ഇട്ടാലാണ് ഈ പരസ്യം പൂർത്തിയാവുള്ളൂ. അപ്പോൾ ഇവരെന്ത് ചെയ്തു, പൂവാലി പശുവിൻ്റെ പറ്റ പാട്ട് വന്നു, പിന്നെ എൻ്റെ വോയിസ് ഓവർ വന്നു. ഇത് ഇനി പശുവിൻ്റെ ശബ്ദം CD പ്ലെയറിൽ നിന്ന് പിടിച്ചിട്ടും. അപ്പോൾ പറയും, അതെ 15 സെക്കൻഡ് എന്നുള്ളത് ഇപ്പോൾ 25-20 സെക്കൻഡിന് മുകളിൽ ഇപ്പോൾ ഓൾ ഇന്ത്യ റേഡിയോ കട്ട് ചെയ്ത് കളയുമ്പോൾ ഇത് കുറച്ചും കൂടി കുറയ്ക്കണം, ക്രിസ്പ് ആക്കണം. നീ കുറച്ചുകൂടി ടൈറ്റായിട്ട് പറയുമോ, ഷോർട്ട് ചെയ്യും. പശുക്കളുടെ ആരോഗ്യത്തിന് കൂടുതൽ കൊഴുപ്പുള്ള പാലിനും MSc കാലത്തിൻ്റെ കൊപ്ര പിണ്ണാക്ക്. അപ്പുറത്തുനിന്നും പശുവിൻ്റെ പിടിച്ചിടും. ഈ സംഭവം പാലില്ല. അവസാനം ഈ പരിപാടിക്ക് പോകണം. താഴത്ത് ഞാൻ പറഞ്ഞു, ബക്കർമാലയുടെ പരിപാടിക്ക് പോകണം. ഞാൻ നേരെ പറഞ്ഞു, മറ്റേ പൂവാലി പശുവിൻ്റെ പാട്ട് വന്നു. അടുത്ത പശുക്കളുടെ ആരോഗ്യത്തിന് കൂടുതൽ കൊഴുപ്പുള്ള പാലിനും MSc കാലത്തിൻ്റെ കൊപ്ര പിണ്ണാക്കും. പശുവും ഞാൻ തന്നെ.